സോഫ്റ്റ് ആണ് കേട്ടാ. കണ്ട ചുറ്റി കൊടുക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാനുണ്ടല്ലോ വെള്ളയപ്പം, അതേപോലെ തന്നെ ഒരു താറാവ് കറി, വെള്ളയപ്പത്തിലേക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വെള്ളയപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ ബേക്കിംഗ് സോഡയോ ഒന്നും ഉപയോഗിക്കാതെ തയ്യാറാക്കുന്നത് വെള്ളയപ്പമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് നോക്കി, 2 ഗ്ലാസ് നല്ല എന്താ പറയുക ഇഡ്ഡലിക്കൊക്കെ ഉപയോഗിക്കുന്ന പച്ചരി ഉണ്ടല്ലോ, അങ്ങനത്തെ പച്ചരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ പച്ചരി നന്നായിട്ട് നമുക്ക് കഴുകി ഏറ്റവും ഒരു 5-6 മണിക്കൂറെങ്കിലും കുതിരണം കേട്ടോ. അപ്പോൾ എത്രയോ കുതിരണോ അത്രയും നമ്മുടെ വെള്ളയപ്പം നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നന്നായി കഴുകി ഒരു 6 മണിക്കൂർ നന്നായി കുതിരാൻ വേണ്ടി വെക്കാം. അപ്പോൾ നോക്കിയാൽ 6 മണിക്കൂർ നമ്മളിത് അരിയൊക്കെ കുതിർത്തി ഇത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുണ്ടല്ലോ ഇതിൻ്റെ വെള്ളമൊക്കെ വാറ്റി നന്നായി എടുക്കണം കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമ്മുടെ അരി നന്നായി കഴുകി ഇതിലേക്ക് വെള്ളമൊക്കെ വാറ്റിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത്, ഇപ്പോൾ നമ്മൾ 2 ഗ്ലാസ് അരിയാണല്ലോ എടുത്തത്, പിന്നെ എനിക്ക് വേണ്ടത് 3/4 ഗ്ലാസ്, ഏത് ഗ്ലാസ് കൊണ്ടാണോ നമ്മൾ അരി എടുത്തോണേ അതിൽ 3/4 ഗ്ലാസ് ചോറ്, പിന്നെ 1 ഗ്ലാസ് നാളികേരം ഒരു തുണ്ട് കൂടിയാലും കുഴപ്പമില്ല, കുറയാണ്ടിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അരി അരിച്ചെടുക്കാം. അപ്പോൾ എനിക്കിത് വന്നത് ഒരുമിച്ച് അടിച്ചെടുക്കാൻ പറ്റിയിട്ട് എൻ്റെ ജാറിൽ. അപ്പോൾ ഞാൻ ഒരുമിച്ച് തന്നെ എല്ലാം ഇട്ടെടുക്കാണ്. പിന്നെ ഇതിൽ വെള്ളം അധികം കൂടാൻ പാടില്ല. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ട് വെള്ളം ഒഴിക്കുക. ഏറ്റവും കുറവ് വെള്ളത്തിലിട്ട് അടിച്ചെടുക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാണ്ട് ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ എന്താ ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് കേട്ടോ. ഞാൻ അടിച്ചു കൊണ്ടിട്ട് അപ്പം നോക്കിയേ കണ്ട നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വരെ അത്ര ബുദ്ധിമുട്ട്. അപ്പം അത്രയും ഞാൻ വെള്ളം കുറവ് ഉപയോഗിച്ചിട്ടുള്ളൂ ഇത് അടിക്കാൻ വേണ്ടിയിട്ട്. കാരണം വെള്ളം കൂടാൻ പാടില്ല നമ്മുടെ വെള്ളയപ്പത്തിലേക്ക്, അതുകൊണ്ടാണ്. ഇനി നമുക്കുണ്ടല്ലോ എന്താ ചോറ് ഇട്ട് കൊടുക്കാം. ഒപ്പം നാളികേരം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ വെള്ളയപ്പത്തിനൊക്കെ ഇത്തിരി മധുരം ഉപയോഗിക്കുമല്ലോ. അപ്പം ഞാനിതാ കുറവ് മധുരം ഇടുന്നുള്ളൂ. 3 ടീസ്പൂണ് പഞ്ചസാരയായിട്ട് ഇട്ട് കൊടുക്കണുള്ളൂ. കാരണം നമ്മൾ എന്തെങ്കിലും കറി കൂട്ടിക്ക് കഴിക്കുമ്പോൾ കൂടുതൽ മധുരം ഉണ്ടായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് ഉണ്ടല്ലോ വീണ്ടും ഒരു 1/2 ഗ്ലാസിൻ്റെ അവിടേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കണം കേട്ടോ. അരിയും നമ്മൾ അങ്ങനെ തന്നെയാണ്, നല്ല പേസ്റ്റ് പോലെ തന്നെയാണ് അടിച്ചെടുക്കുവാണ്. അപ്പോൾ ഇതും അടിച്ചു കൊണ്ടിട്ട് നാളികേരൊക്കെ നോക്കിയാൽ നമ്മളിത് അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉണ്ടല്ലോ വേണ്ടത് ഒരു നാളികേര വെള്ളമാണിത്. അതായത് ഇപ്പോൾ 3/4 ഗ്ലാസ്സോളം ഞാൻ എടുത്തിട്ടുണ്ട് ഈ നാളികേര വെള്ളം. ഇതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് കലക്കി. അപ്പോൾ ഇതിങ്ങനെ തന്നെ നമ്മളൊരു 12 മണിക്കൂർ ഇങ്ങനെ നാളികേരം വെള്ളം പുളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നാളികേരം വെള്ളം ഞാൻ ഇതേപോലെ മുന്നേ ഒരു 12 മണിക്കൂർ നേരം വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം കേട്ടോ. കണ്ട ഈ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ കണ്ട നമ്മുടെ മാവ് ആവശ്യത്തിനുള്ള വെള്ളമായി. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അരി അരയ്ക്കുമ്പോഴൊക്കെ തീരെ വെള്ളം കുറവിൽ അരച്ചെടുക്കാൻ നോക്കണം എന്ന് പറയണത് കേട്ടോ. ഓക്കെ, നമ്മൾ നന്നായിട്ട് കണ്ട ഇതേ ഒരു അളവിലായിരിക്കണം കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനുണ്ടല്ലോ 1 ഗ്ലാസ് എടുത്തിട്ട് 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂണ് വെളിച്ചെണ്ണ നമ്മളിത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. പഞ്ചസാരയും വെളിച്ചെണ്ണയും കൂടിയിട്ട് നന്നായി ഇളക്കിയിട്ട് നമ്മളിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം.
എന്നിട്ട് നമുക്കിതാ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ ഇത് പെട്ടെന്ന് പുളിച്ച് പൊന്തി വരാനും അതേപോലെ തന്നെ നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. കണ്ട ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ മാവിൻ്റെ അളവ് ഇതേപോലെ ഇരിക്കണം കേട്ടോ. അപ്പം ഇനി ഇങ്ങനെ തന്നെ ഒരു 8 മണിക്കൂർ നമുക്ക് മൂടി വയ്ക്കണം. പിന്നെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീട് കിട്ടുകയും ചെയ്യും കേട്ടോ. തണുത്ത കാലാവസ്ഥയിലാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ 8 മണിക്കൂർ എന്നുള്ളത് 9 മണിക്കൂറും വരാം. പിന്നെ ഞാൻ ഇതിന് മുന്നേ ഒരു വെള്ളയപ്പത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് വെറും 3 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 8 മണിക്കൂർ വെച്ചിങ്ങനെ തന്നെ. അപ്പോൾ നോക്കിയേ 8 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയേ നമ്മുടെ മാവ് ഇതാ നന്നായി വീറി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട ഒന്ന് പതുക്കെ കൂടുതൽ ഇളക്കി കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ ഉപ്പും പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇപ്പോഴായിട്ട് ഉപ്പും പൊടി ഇടണേ, മുന്നേ ഇടുന്നില്ല. ഒരു തരി ഉപ്പും പൊടി ഇട്ട് കൊടുത്താൽ മതി, നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. എന്നിട്ടിതാ നമുക്കൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വെള്ളയപ്പം ചുട്ടെടുക്കാം കേട്ടോ. അപ്പം ഞാനുണ്ടല്ലോ തീ കത്തിച്ച് വെള്ളയപ്പം ചട്ടി ഇത് അടുപ്പുമ്പോൾ കയറ്റിയിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂടാവരുത്, ഒരു മീഡിയം ലെവലിലുള്ള ഒരു ചൂടാ പാടുള്ളൂ കേട്ടോ ഈ പാത്രത്തിന്. അപ്പോൾ നോക്കിയാൽ നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കണം. എന്നിട്ട് നമുക്കിതാ മൂടി കൊണ്ട് മൂടി വയ്ക്കാം. അപ്പോൾ നോക്കിയേ നമ്മുടെ വെള്ളയപ്പം ആയിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും നമ്മൾ വെള്ളയപ്പം വേവിക്കുമ്പോഴേ നല്ല തീയിൽ വേവിക്കരുത്, ഇത്തിരി മീഡിയം ലെവലിൽ തീ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നോക്കിയതേ രണ്ടാമത്തെ ആയിട്ടുണ്ട്. നമുക്ക് മൊരിഞ്ഞെടുക്കണ്ടെങ്കിൽ ഇതാ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതാ ഇങ്ങനെ എടുക്കാം കേട്ടോ. മൂടി വയ്ക്കുകയും ചെയ്യാം. കൂടുതൽ ഇത്തിരി അയർ കടന്ന് പോണ രീതിയിലൊന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനിനി എല്ലാതും ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. അപ്പോഴേ നമ്മുടെ വെള്ളയപ്പം ഇവിടെ ഇരുന്ന് ആവട്ടെ. അതായത് അപ്പം നമുക്ക് എന്തായാലും ഒരു താറാവ് റോസ്റ്റും കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതായത് താറാവ് കറി. അപ്പോൾ ഇപ്പുറത്ത് വെള്ളയപ്പം, ഇപ്പുറത്ത് നമുക്ക് താറാവ് കറി കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നോക്കിയേ ഈ ഒരു വെള്ളയപ്പം കൂടി ഞാൻ എടുത്തിട്ടേ പിന്നെ നമ്മുടെ ഇറച്ചിക്കുള്ളത് കയറ്റിയതിന് ശേഷമാണ് ഞാൻ ഇനി വെള്ളയപ്പം ഉണ്ടാക്കി എടുക്കണുള്ളൂ കേട്ടോ. കാരണം നമ്മുടെ മേശമ സ്ഥലമില്ല. നമുക്ക് കുറച്ച് നേരം ഒന്ന് വെള്ളയപ്പം ഉണ്ടാക്കി നിർത്തി വയ്ക്കുകയാണ്. അപ്പം ഞാനിതാ നമ്മുടെ താറാവിറച്ചി എടുത്ത് വന്നിട്ടുണ്ട്. ഇത് 2 കിലോ ആണ് കേട്ടോ നമ്മൾ ഈ താറാവിറച്ചി ഉള്ളത് നമ്മുടെ. ഇനി ഇതിലേക്ക് നമ്മൾ കൂട്ടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഇതാ ഒരു 15 ചുവന്നുള്ളി ചെറുതാക്കി കാലം കുറച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉണ്ടല്ലോ ഇതാ മഞ്ഞൾപ്പൊടി കേട്ടോ. മഞ്ഞൾപ്പൊടി ഇതാ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലിട്ട് കൊടുക്കുന്നത് ഗരം മസാല ഇതാ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, എല്ലാ മസാലകളും കൂടി പൊടിച്ചതാട്ടാ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കുരുമുളക് പൊടി. അതായത് നമ്മുടെ ഈ ചിക്കൻ കറിയിൽ ചുവന്ന മുളക് പൊടിക്ക് അധികം പ്രാധാന്യമില്ല, കുരുമുളക് പൊടിക്കാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കണേ. അപ്പോൾ നമ്മളിതാ 2 ടീസ്പൂണും പിന്നെ ഇതാ ഒരു 1/2 ടീസ്പൂണും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പും പൊടിയാണ്. അപ്പോൾ ഇതാ ഉപ്പും പൊടി ഞാനിതാ ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു
ഒരു 1.5 ടീസ്പൂണിൻ്റെ അടിക്ക് ഉപ്പും പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് നോക്കിയാൽ ഒരു ചെറുനാരങ്ങയുടെ നീര്. ഇനി നമുക്കിതിലേക്ക് ഉണ്ടല്ലോ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇത്തിരി കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതാ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇറക്കി വയ്ക്കട്ടെ. നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കാം. ഈ എല്ലാ മസാലകളും നമ്മുടെ ഇറച്ചിയുടെ എല്ലാ ഭാഗത്തേക്കും ആവേണ്ട രീതിയിൽ തന്നെ നമ്മളിങ്ങനെ യോജിപ്പിച്ചെടുത്തോളൂ. ഇതൊരു കാര്യമായിട്ട് നമ്മുടെ ഈ താറാവുണ്ടല്ലോ ബ്രോയിലർ താറാവാണ്. തനി നാടൻ താറാവിന് നമുക്ക് മേടിക്കാൻ പോയി ഇപ്പോൾ കിട്ടിയില്ല. ഇതേപോലെ നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉണ്ടല്ലോ ഒരു നാളികേരത്തിൻ്റെ 2ാം പാലാട്ടത് അതിതാ നമുക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2ാം പാലെടുക്കുമ്പോൾ ഞാൻ ഒരു 3 ഗ്ലാസിൻ്റെ അവിടേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആണ് ഞാൻ ഇതേപോലെ 2ാം പാൽ എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഇങ്ങനെ നാളികേരം പാലൊക്കെ ഒഴിച്ച് വയ്ക്കുമ്പോൾ നമ്മൾ ചട്ടിയിലൊക്കെ വേവിച്ചെടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുക. പക്ഷേ ഇപ്പോൾ ആർക്കും അങ്ങനെ ടൈം കുറവായ കാരണം ആർക്കും അങ്ങനെ ചട്ടിയിൽ വേവിച്ച് എടുത്ത് കറി വയ്ക്കാൻ ആർക്കും സമയമില്ലല്ലോ. അപ്പോൾ അങ്ങനെ സൗകര്യമുള്ളവർക്ക് അങ്ങനെ വയ്ക്കാം. അതല്ലെങ്കിൽ ഇതാ കുക്കറിൽ നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ തീ കത്തിച്ച് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ബ്രോയിലർ താറാവുമ്പോഴേ പെട്ടെന്ന് വേവും. അപ്പോൾ നമുക്ക് 2 വിസിൽ സ്പീഡിൽ തന്നെ അടിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിടാം. എന്നിട്ട് പിന്നെ വെന്തിട്ടില്ലെങ്കിൽ മാത്രം നമുക്ക് നോക്കിയതിന് ശേഷം വീണ്ടും വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതോടെ ഇത് വേവട്ടെ. ഒപ്പം നമ്മുടെ വെള്ളപ്പം ഞാൻ ഉണ്ടാക്കി തുടങ്ങട്ടെ. രണ്ട് വിസിൽ വന്നു. നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. അപ്പം എൻ്റെ വെള്ളയപ്പാണെങ്കിൽ ഇതാ ഇത്രത്തോളമായി ഉണ്ടാക്കി ഏതാണ്ട് കഴിയാറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ എൻ്റെ ലാസ്റ്റ് വെള്ളയപ്പം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നോക്കിയത് നമ്മുടെ വെള്ളയപ്പം കണ്ട നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ താറാവ് ഇറച്ചി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് നോക്കിയാൽ 3 സവാള ഉണ്ടല്ലോ കനം കുറച്ച് അരിഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു തക്കാളി ചെറുതാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഇതാ നോക്കിയാൽ 4 പച്ചമുളക്, 2 തുട വെളുത്തുള്ളി, ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി. ഇത് 3 ഇതിൻ്റെ കൂടെ നോക്കിയാൽ കുറച്ച് കൂടുതൽ കറിവേപ്പിലയും കൂടിയിട്ട് നമുക്ക് ചതച്ചെടുത്ത് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ചതച്ച് കൊണ്ടുവരാം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇതേപോലെ ആയിട്ട് ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ താറാവ് വെന്തോ നോക്കാം. കാണുമ്പോൾ തന്നെ വെന്ത പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇതിൽ നോക്കട്ടെ. എല്ലുമ്പത്തെ ഒരു ഇറച്ചിയാണ് നമ്മൾ നോക്കി നോക്കണേ. അപ്പോൾ ഇതാ കണ്ട സുഖമായിട്ട് ഇങ്ങോട്ട് നീങ്ങിപ്പോകും. അപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ റെഡിയാക്കാം. നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് ഒരു ചട്ടി ഇതാ അടുപ്പുമ്പോൾ കയറ്റിയിട്ടുണ്ട്. ഈ ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ നോക്കി നമ്മുടെ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ മസാലകളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കേണ്ട അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് നമുക്കിതാ സവാള ഇട്ട് കൊടുക്കാം.
ഈ സബോള ഒരു നല്ലൊരു ഗോൾഡൻ കളർ ഇങ്ങനെ ആയി വരുമല്ലോ, അതുവരെ നമുക്കിത് ഇങ്ങനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ നോക്കിയ സബോള ഇതേപോലെ കണ്ട ചെറുതായിട്ടൊരു ഗോൾഡൻ കളറൊക്കെ വന്ന് തുടങ്ങി. ഈ സമയത്തുണ്ടല്ലോ നമ്മൾ ഈ അടിച്ചു കൊണ്ടുവന്ന ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് അതേപോലെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ ഇതേപോലെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കുണ്ടല്ലോ ഇതാ മുളക് പൊടി ഇതാ നമ്മളൊരു 3/4 ടീസ്പൂൺ മുളക് പൊടി ആയിട്ട് ഇട്ട് കൊടുക്കണുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ മുളക് പൊടിക്ക് പ്രാധാന്യം കുറവാണ്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഇതാ 3 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഇതാ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ 2 ടീസ്പൂണ് കുരുമുളക് പൊടി നമ്മൾ താറാവിൽ ഫസ്റ്റിലിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വീണ്ടും നമ്മൾ 1 ടീസ്പൂണ് നല്ലോണം 1 ടീസ്പൂണും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഇതാ ഗരം മസാല 1/2 ടീസ്പൂൺ. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ച ഒരു കുത്തുണ്ടല്ലോ, അത് പോണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ പച്ചക്കുത്തൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നോക്കി നമ്മളിതിലേക്ക് ഇതാ ഒരു തക്കാളി കലം കുറച്ച് അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതിട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയിട്ട് ഇതാ ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതാ തക്കാളിയൊക്കെ ഇട്ടത് നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുണ്ടല്ലോ നമുക്ക് ഇറച്ചി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നന്നായിട്ട് നമുക്ക് വരണ്ടിയിലേക്ക് ഇടാം. ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കുകയും ചെയ്യാം. നമ്മളിതിൽ തീരെ പച്ചവെള്ളം ഒഴിച്ചിട്ടില്ല, നാളേരം പാലിൽ മാത്രമാണ് വേവിച്ചെടുത്തോക്കണേ. ഇതൊന്ന് കഴുകാൻ വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മളൊരു തുള്ളി വെള്ളം ഒഴിച്ച് നോക്കണേ. ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്തിരി കുഴമ്പൻ പോലെയായിട്ട് നമ്മുടെ ഈ കറി ഇരിക്കേണ്ടത്, കാരണം നമുക്ക് വെള്ളപ്പത്തിരിക്കും കഴിക്കേണ്ടതാണല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു രീതിയിൽ ഇനിയിപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കണ വരെ നമുക്കിത് മൂടി വയ്ക്കാം. നമുക്കുണ്ടല്ലോ ഇതാ ഒന്ന് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ നോക്കിയത് തണുച്ചിട്ടുണ്ട് കണ്ടോ, മസാലയൊക്കെ നമ്മുടെ ഇറച്ചിയുമേ ഇതാ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഉപ്പുണ്ടോ നോക്കാട്ടാ. ഉപ്പൊക്കും പാകമാണ്, നല്ല ടേസ്റ്റുണ്ട്. ഇനി ഞാൻ ഇതാ അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി എന്താ ചെയ്യണമെന്നറിയും, നമ്മൾ 2ാം പാലിലാണല്ലോ നമ്മൾ ഈ കറി വെച്ചെടുത്തത്. 1ാം പാലിൽ നമ്മൾ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ ഇതാ ഒഴിച്ചു കൊടുക്കും. നല്ല കട്ടിയുള്ള 1ാം പാലാട്ടാ. ഇതാ ഇനി ഒന്നിങ്ങനെ തീ കത്തിക്ക് ഒന്നും ചെയ്യണ്ട, വെറുതെ ദേ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കണ്ട വെള്ളപ്പത്തിൽ കൊക്കി ഞാൻ കൈകൊണ്ട് ഇങ്ങനെ കാട്ടി തരാം. കണ്ട ഇതേപോലെ, കാരണം നമ്മൾ വെള്ളയപ്പാണല്ലോ കഴിക്കണേ. അപ്പോൾ ചെറുതായിട്ടൊരു ചാറ്, പക്ഷെ ചാറ് നല്ല കട്ടിയുള്ള നല്ല കൊഴുപ്പുള്ള രീതിയിലായിട്ട് നമ്മുടെ ചാറ് ഇരിക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ കറി റെഡിയായി. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷൈഡിൽ പിടിക്കട്ടെ കേട്ടോ. ടേസ്റ്റ് ചെയ്യാനായിട്ട് പോകണേക്കാളും മുന്നായിട്ട് നമുക്ക് കുറച്ച് പേരോട് ഹായ് പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ചേച്ചിമാരോടാണ് ഹായ് പറയണത്. അപ്പോൾ ലീലാവതി ടീച്ചർ, അപ്പോൾ ടീച്ചർ ഹായ്. ഫാഹിദ ജാഫർ, ഫാഹിദേച്ചി ഹായ്. നിഷ സെബാസ്റ്റ്യൻ, നിഷേച്ചി ഹായ്. വത്സല സുരേന്ദ്രൻ, വത്സലേച്ചി ഹായ്. ഫിലോമിന ഷാജു, ഫിലോമേച്ചി ഹായ്. പിന്നെ ബിന്ദു സതീഷിൻ്റെ സിസ്റ്റർ ബിന്നിക്കാണ് ഹായ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ബിന്നി ഹായ്. ഇനിയുണ്ടല്ലോ എൻ്റെ അനീത്തിമാർക്കാട്ടാ ഹായ് പറയണത്. അപ്പോൾ വിനി ഹായ്. സിനി ഡിക്സൺ ഹായ്. ലെറ്റ്സ് കുക്ക് വിത്ത് അമ്മു ഹായ്. സന്ധ്യ പി വി ഹായ്. സബിത ഹായ്.
അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പോകാം. നമ്മുടെ ഷായക്കിൻ്റെ വെള്ളം വന്നു തുടങ്ങി. നല്ല മണോ. ഞാനേ കുറെ നേരമായിട്ട് ക്യാമറ പിടിച്ചിരുന്നു പിടിച്ചു നിൽക്കായിരുന്നു. അത്ര അതിൻ്റെ സ്മെല്ലൊക്കെ വരുമ്പോൾ ഉഗ്ര സാധനം. അത്ര രസമാട്ടത്. ഭയങ്കര ടേസ്റ്റ് ആട്ടാ, നല്ല രസം തന്നെയാ. എന്തെന്ന് പറയാ, എനിക്കറിയതിനെ പറ്റി പറയാനല്ലേ, അത്ര രസമാണ് ശരിക്കും. നമ്മുടെ വെള്ളയപ്പം അത് ഭയങ്കര ടേസ്റ്റ് ആട്ടാ. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞപ്പോൾ ഈ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ടൈം കൂടുതലാണ്. അത് പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ലിങ്ക് ഞാൻ കൊടുത്തിരിക്കും കേട്ടോ കമൻറ്റ് ബോക്സിലേക്ക്. എന്നുവെച്ചാൽ ഈസ്റ്റ് ഇട്ടിട്ടുള്ള ആ വെള്ളയപ്പം, നമ്മൾ മുന്നുണ്ടാക്കിയ വെള്ളയപ്പേ. അപ്പം എല്ലാവരും ക്രിസ്മസ് ആയിട്ട് ഈ വെള്ളയപ്പം താറാവ് കറിയും ഒന്ന് നോക്കിയോളൂ കേട്ടോ. അതല്ലേ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്